മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, ആളുകൾ എന്ത് വിചാരിക്കും എന്നതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴും ആകുലപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും സന്തോഷിക്കാൻ കഴിയില്ല. നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ സാഹചര്യങ്ങളും എന്നും ഒരുപോലെ ആയിരിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. കാരണം എല്ലാം മാറ്റങ്ങൾക്ക് വിധേയമാണ്. ഭക്തരെ, അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന നിരാശ ഒരുപക്ഷേ നിങ്ങളുടെ ജീവിതത്തെ ഇരുട്ടിലേക്ക് നയിക്കുന്നതായി തോന്നാം. എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ അല്പമെങ്കിലും നന്മ അവശേഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ വെളിച്ചത്തിലേക്ക് തന്നെ തിരിച്ചെത്തും. വിശപ്പ് മാറിയതിന് ശേഷം കിട്ടുന്ന ആഹാരവും മനസ്സ് വേദനിച്ചതിന് ശേഷം കിട്ടുന്ന സ്നേഹവും കൊണ്ട് ഒരു കാര്യവുമില്ല. രണ്ട് നാവുള്ള വിഷപ്പാമ്പിനേക്കാൾ അപകടകാരിയാണ് ഒരു നാവുകൊണ്ട് രണ്ട് തരത്തിൽ സംസാരിക്കുന്ന മനുഷ്യൻ. നിങ്ങളോട് ചേർന്ന് നിന്നിട്ടും ചിലർ നിങ്ങളെ പറ്റിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും അവർ മിടുക്കരായതുകൊണ്ടോ നിങ്ങൾ വിഡ്ഢിയായതുകൊണ്ടോ അല്ല, മറിച്ച് അവരെ നിങ്ങൾ കണ്ണടച്ച് വിശ്വസിച്ചതുകൊണ്ട് മാത്രമാണ്. ഭക്തരെ, നിങ്ങൾ എല്ലാ പ്രതിസന്ധികളോടും പോരാടുക, ധൈര്യമായിരിക്കുക. ഒരു ദിവസം നിങ്ങളുടെ വേദനകൾ നിങ്ങളുടെ ശക്തിയുടെ ഉറവിടമായി മാറും. നിങ്ങളത് നേടുക തന്നെ ചെയ്യും. അഹങ്കാരമാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ തെറ്റ്. അത് അറിവിലായാലും സമ്പത്തിലായാലും സൗന്ദര്യത്തിലായാലും അധികാരത്തിലായാലും. എളിമ തന്നെയാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ നന്മ. മിക്ക ആളുകളും ജീവിതത്തിൽ പരാജയപ്പെടുന്നത് ചെറിയ കാര്യങ്ങൾക്ക് അനാവശ്യമായ പ്രാധാന്യം നൽകുമ്പോഴാണ്. ഭക്തരെ, അഹംഭാവത്തിൽ മുഴുകിയിരിക്കുന്ന ഒരു വ്യക്തി സ്വന്തം തെറ്റുകളോ മറ്റുള്ളവരുടെ നന്മകളോ കാണുന്നില്ല. അസന്തുഷ്ടനായ ഒരു വ്യക്തി ഒരിക്കലും ഈ നിമിഷത്തിൽ ജീവിക്കുന്നില്ല. അവർ ഒന്നുകിൽ ഭൂതകാലത്തിലോ അല്ലെങ്കിൽ ഭാവിയിലോ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ഭക്തരെ, കാര്യങ്ങൾ എളുപ്പമാകുമ്പോൾ നിങ്ങൾ വളരുന്നില്ല. വെല്ലുവിളികൾ നേരിടുമ്പോഴാണ് നിങ്ങൾ വളരുന്നത്. കടപ്പാടും കഷ്ടപ്പാടും തീർന്നിട്ട് ജീവിക്കാൻ ശ്രമിക്കരുത്. ജീവിക്കാൻ മറന്നുപോകും. എല്ലാ ഭക്തരും സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.